ഹായ്, ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കുക. ഞങ്ങളുടെ ന്യൂ ഇയർ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ 3 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ന്യൂ ഇയർ ആകുമ്പോൾ ഞങ്ങളുടെ ന്യൂ ഇയർ ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതിപ്പം 3ാമത്തെ വർഷമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അബേൻ്റെയും അപ്പൂൻ്റെയും ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് സൺഗ്ലാസ് വാങ്ങിക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരെ ചെയ്യുന്നത് ലെൻസ് ആൻഡ് ഫ്രെയിമിലോട്ടാണ്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഫ്രണ്ട്സിന് വേണ്ട 2 സൺഗ്ലാസ് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റി. ഇതാണേ, ഇത് അപ്പൂൻ്റെ ഫ്രണ്ടിൻ്റെ, ഇത് അബേൻ്റെ ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റാണ്. അങ്ങനെ ഈ 2 ഞങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് അതും വാങ്ങിച്ച് തൊട്ടപ്പുറത്തുള്ള MRA കയറി ഒരു ചട്ടിപ്പത്തിരിയും ഒരു ക്രീം ബണ്ണും ഒരു മുളക് ബജിയും വാങ്ങിച്ച് കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു നാരങ്ങ വെള്ളവും ചായയും. എന്നിട്ട് നാളത്തെ യാത്രയ്ക്ക് വേണ്ട സ്നാക്സ് എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ എൻ്റെ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ട്രെൻഡ്സിലോട്ട് കയറി. എൻ്റെ ഫ്രണ്ട് വലിയ ചേച്ചിയായിരുന്നു. വലിയ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ്. ഞാൻ വലിയ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വലിയ ചേച്ചിക്ക് വേണ്ടിയിട്ട് 2 ഷർട്ട് എടുക്കാമെന്നാണ് ആദ്യം കരുതി. പിന്നെ നോക്കിയിട്ടൊന്നും പിടിച്ചില്ല. അങ്ങനെ അവസാനം 2 ടീഷർട്ട് ഞങ്ങൾ അവിടെ നിന്ന് വലിയ ചേച്ചിക്ക് വേണ്ടി സെലക്ട് ചെയ്തു. അങ്ങനെ എൻ്റെ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റും റെഡിയാക്കി ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ മലയാളപ്പുഴയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെയാണ് ഞങ്ങൾ ഒത്തുകൂടുന്നത്. ഞങ്ങളിൽ പലരും പല സ്ഥലത്തു നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്തു നിന്നും, 2 പേര് അവിടെ പാലക്കാട് നിന്നും, ഒരാൾ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ട് വരും. എത്ര ദിവസത്തെ കാത്തിരിപ്പാണെന്നറിയോ ഇത്. അങ്ങനെ ഞങ്ങൾ മലയാളപ്പുഴയിലോട്ടെത്തി. ന്യൂ ഇയർ ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സും ഒരു രസകരമായ പ്രോസസ്സ് തന്നെയായിരുന്നു. കാരണം ആരും അടുത്തില്ല, എല്ലാവരും പല സ്ഥലത്താണ്. നവംബർ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എല്ലാവരെയും വിളിക്കും, വീഡിയോ കോൾ വഴി വിളിച്ചായിരുന്നു. എല്ലാവരുടെയും പേര് ഒരു പേപ്പറിൽ എഴുതി മടക്കി അതിൽ നമ്പർ ഇട്ട് എല്ലാവരെയും ഓരോരുത്തരായിട്ട് ഞാൻ വീഡിയോ കോൾ വിളിക്കും. എന്നിട്ട് അവർ അതിൽ കാണുന്ന ഇഷ്ടമുള്ള നമ്പർ പറയുമ്പം ആ ലോട്ട് ഞാനെടുത്ത് ആ പേര് അവരെ കാണിക്കും. ഞാൻ കണ്ണടച്ചിരിക്കും, അവരെ ആ പേര് കാണിക്കും. എന്നിട്ട് അപ്പോൾ തന്നെ കീറിക്കളയും. അങ്ങനെ ഓരോരുത്തരെയും ഞാൻ വീഡിയോ കോൾ ചെയ്ത് അവർ സെലക്ട് ചെയ്താണ് അവരവരുടെ ന്യൂ ഇയർ ഫ്രണ്ടിനെ അവർ സെലക്ട് ആക്കുന്നത്. തൊട്ട് മുന്നേ കണ്ടതാട്ടോ മലയാളപ്പുഴ അമ്പലം. രാത്രി കണ്ട് നല്ലപോലെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് മലയാളപ്പുഴ ദേവി ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പം കേട്ടത് എൻ്റെ ഒരു നാത്തൂൻ്റെ സൗണ്ടാണ്. സ്വന്തം റോഡിനെ പറ്റി പുകഴ്ത്തി പറഞ്ഞത്. വഴി ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എല്ലാവരും മുറ്റത്തുണ്ടായിരുന്നു. ഇരുട്ടായിരുന്നു, കാരണം മുഖം നല്ലപോലെ വ്യക്തമായില്ല. എന്നാലും എല്ലാവരും മുറ്റത്തുണ്ടായിരുന്നു. ഞങ്ങളെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് നേരെ ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങിലോട്ട് കയറി. ഇപ്പം ഗിഫ്റ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ് സുമാമ്മ. ഇതാണിപ്പോൾ റോഡിനെ പറ്റി പുകഴ്ത്തി പറഞ്ഞ എൻ്റെ നാത്തു നമ്പർ 1. പേര് ആമി. ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ആമി. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയായിരുന്നു ആമിയുടെ ഫ്രണ്ട്. ഇതെൻ്റെ അണ്ണന്മാരിൽ ഒരാളാണ്. അമ്മു ചേച്ചിയുടെ ഫ്രണ്ട് അഞ്ജലിയാണ്. അഞ്ജലിയാണ് എൻ്റെ 2ാമത്തെ നാത്തൂൻ. അതെ, കവർ കണ്ടാലേ അറിയും. കവർ റേമൺ ഷോപ്പ്
രഘു എന്ന് പറഞ്ഞ എൻ്റെ അച്ചാച്ചനാണ്, എന്ന് വെച്ചാൽ വലിയ ചാച്ചിയുടെ അളിയൻ. അച്ചാച്ചന് ഭയങ്കര സന്തോഷവും നാണവും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അത് മുഖം കണ്ടറിയാം. അച്ചാച്ചന്റെ ഫ്രണ്ട് അച്ചാച്ചന്റെ കൊച്ചുമോൻ തന്നെയായിരുന്നു. അപ്പുവിൻ്റെ ഫ്രണ്ട് എൻ്റെ രണ്ടാമത്തെ ആങ്ങള ചന്തുവണ്ണനായിരുന്നേ. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അന്നേരം ഫോൺ ഓഫായി പോയി. അങ്ങനെ അവസാനത്തെ ഗിഫ്റ്റ് കൈമാറുന്നത് രണ്ടളിയന്മാർ തമ്മിലായി. നീ എൻ്റെ ഫ്രണ്ടല്ല പൊടായത്ത് പറഞ്ഞ് അബേട്ട അളിയനെ ഓടിച്ചെങ്കിലും അവസാനം വാടാമുത്തേ നീ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ അളിയനെ തന്നെ ആ ഗിഫ്റ്റ് കൈമാറി. അങ്ങനെ 2025 ഞങ്ങളുടെ ന്യൂ ഇയർ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് എല്ലാം ഞങ്ങൾ കൈമാറി.